പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ അതിക്രൂരവും മാരകവും നിഷ്ഠൂരവുമായി 51 വെട്ടി കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയാണ് കൊടിസുനി എന്നുള്ളത് നമ്മൾ പൊതുമണ്ഡലത്തോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രധാന പ്രതിയല്ല, പ്രധാന കുറ്റവാളി. ഏതാണ്ട് ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ ഏതാണ്ട് പൂർത്തിയായ സമയത്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും ജീവപര്യന്തം തടവ് ശിക്ഷ കൊടിസുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികൾക്ക് കൊടുത്തിരിക്കുന്നത്. കൊടിസുനി ഉൾപ്പെടെ ഒരു 4-5 പ്രധാനപ്പെട്ട കിർമാണി മനോജ് പറയുന്ന പോലത്തെ ഒരു 4-5 കുറ്റവാളികൾ കൂടി അതിനകത്തുണ്ട്. സുഹൃത്തുക്കളെ, ആ കൊടിസുനി മരണപ്പെട്ടാൽ കൊടിസുനിക്ക് രക്തസാക്ഷി മണ്ഡപം ഉയർത്താൻ CPM മുന്നോട്ട് വരും എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, കൊടിസുനി ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ള കാര്യത്തിൽ CPMന് പോലും തർക്കമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പതിറ്റാണ്ടുകളായി ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കൊടും ക്രിമിനലാണ് കൊടിസുനി. കൊടിസുനി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ CPM നേതൃത്വത്തിലാണ് TP ചന്ദ്രശേഖരനെ വധിക്കുന്നതിന് വേണ്ടി ഒരുമിപ്പിച്ചത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധിയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലുമൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട്. അതായത് TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി പാർട്ടി അംഗങ്ങളല്ല ഒരുമിപ്പിച്ചതെന്നും മറുവശത്ത് കൊടും ക്രിമിനലുകളെ പാർട്ടി നേതാവായിട്ടുള്ള PK കുഞ്ഞനന്ദൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രജീഷ്, പലരുടെയും പേരുകൾ നമുക്കറിയാം. അതെല്ലാം ക്രിമിനലുകളായിരുന്നു. അവർ പാർട്ടി അംഗങ്ങളായിരുന്നില്ല. എന്നാൽ പാർട്ടിക്ക് വേണ്ടി കൊല നടത്തിയിരുന്നവരാണോ എന്ന് ചോദിച്ചാലാണെന്ന് പറയാം. എന്തായാലും ക്രിമിനലുകളായിരുന്നു അവർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും. കൊടിസുനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പതിറ്റാണ്ടുകളായി ഈ പ്രവർത്തനം കൊലപാതകങ്ങൾ പല കൊലക്കേസുകളിലും ഇതിനു മുമ്പ് തന്നെ പ്രതിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ സ്വർണം പൊട്ടിക്കൽ കള്ളക്കടത്ത് നടത്തിയവരിൽ നിന്നും ഈ പറഞ്ഞ പോലെ പൊട്ടിക്കൽ സംഘത്തിൻ്റെ തലവനായിരുന്നു. കിലോ കണക്കിന് സ്വർണം റോഡിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കേസ്, അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ കൊടിസുനിക്കെതിരെ ഉണ്ട്. അപ്പോൾ കൊടിസുനി ഒരു കൊടും ക്രിമിനലാണെന്നുള്ള കാര്യത്തിൽ CPMന് സംശയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, കൊടിസുനി കൊടും ക്രിമിനലാണെങ്കിൽ പോലും കൊടിസുനി മരണപ്പെട്ടാൽ CPM കൊടിസുനിയെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുകയും കൊടിസുനിക്ക് രക്തസാക്ഷി മണ്ഡപം പണിയുകയും ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് RSSകാരെയോ കോൺഗ്രസ്സുകാരെയോ ആരെയൊക്കെയോ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിച്ചു കൊണ്ടിരുന്ന സമയത്ത് കൊല്ലപ്പെട്ട 2 പേരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുകയും അവർക്ക് രക്തസാക്ഷി മണ്ഡപവും നിർമ്മിക്കുകയും CPM ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ബോംബ് നിർമ്മാണം, ബോംബ് ഉപയോഗിക്കൽ. അപ്പോൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന 2 പേരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുകയും അവർക്ക് രക്തസാക്ഷി മണ്ഡപം പണിയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് അതേ പ്രവർത്തനം തന്നെയല്ലേ കൊടിസുനിയും ചെയ്തത്. പാർട്ടിയുടെ തീരുമാനപ്രകാരം പാർട്ടി ആലോചിച്ചുറച്ച് നടപ്പിലാക്കിയ ഒരു നടപടിയായിരുന്നല്ലോ TP ചന്ദ്രശേഖരൻ വധം. സ്വാഭാവികമായും പാർട്ടി തീരുമാനം നടപ്പിലാക്കുകയാണ് കൊടിസുനി ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും പാർട്ടി തീരുമാനം നടപ്പിലാക്കിയ ആൾ മരിക്കുമ്പോൾ അയാൾ രക്തസാക്ഷിയാവണ്ടേ സുഹൃത്തുക്കളെ? പാർട്ടി തീരുമാനം നടപ്പിലാക്കിയ ആൾ മരിക്കുമ്പോൾ രക്തസാക്ഷിയാകുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, കൊടിസുനി മരിക്കുമ്പോൾ കൊടിസുനി രക്തസാക്ഷിയാവും, കൊടിസുനിക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു കുറ്റവാളിയായിരുന്നല്ലോ PK കുഞ്ഞനന്ദൻ. ആ PK കുഞ്ഞനന്ദൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കോടതിയിൽ കിടക്കുന്ന സമയത്ത് പോലും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ പാർട്ടിയുടെ ഭാരവാഹിയാക്കിയിരുന്ന പാർട്ടിയല്ലേ CPM. PK കുഞ്ഞനന്ദനെ ശിക്ഷിച്ചതാരാ? ബഹുമാനപ്പെട്ട കോടതിയല്ലേ സുഹൃത്തുക്കളെ.
ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട കോടതികൾ ഇന്ത്യൻ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാദത്തിൻ്റെയും എതിർവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞനന്തനെ കുറ്റക്കാരനെന്ന് കണ്ട് അയാളെ കുറ്റവാളിയാക്കി ജയിലിലേക്ക് അയച്ചു. അതൊന്നും അംഗീകരിക്കാത്ത പാർട്ടി അയാൾ കൊലക്കേസിൽ കുറ്റവാളിയായി ജയിലിൽ കിടക്കുമ്പോഴും അയാളെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിയമിച്ച ഒരു പാർട്ടിയാണ് ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി. എന്ന് മാത്രമല്ല, അയാൾ മരിച്ചപ്പോൾ വീരോചിതമായിട്ടുള്ള മരണാനന്തര സ്വീകരണമല്ലേ അയാൾക്ക് നൽകിയത്. പി കെ കുഞ്ഞനന്തനും രക്തസാക്ഷി മണ്ഡപം ഉണ്ടാവില്ലേ? അപ്പോൾ പി കെ കുഞ്ഞനന്തൻ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാകാമെങ്കിൽ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മിച്ച സമയത്ത് കൊല്ലപ്പെട്ട CPM-കാർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാകാമെങ്കിൽ CPM-ൻ്റെ തീരുമാനപ്രകാരം TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി മുന്നിൽ നിന്ന TP ചന്ദ്രശേഖരന് എന്തുകൊണ്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടായിക്കൂടാ? TP ചന്ദ്രശേഖരന് മാത്രമല്ല, TP ചന്ദ്രശേഖരനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവാളികളായി പ്രഖ്യാപിച്ച മറ്റുള്ളവർക്കെല്ലാം CPM രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കാനാണ് സാധ്യത. 100% അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് കൊടിസുനി എന്തെങ്കിലും ഒരു കാലത്ത് മരണപ്പെട്ടാൽ കൊടിസുനിയെ CPM രക്തസാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയും കൊടിസുനിക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എനിക്ക്, ഒരു സംശയവുമില്ല എനിക്ക്.